ദിവസത്തെ നോമ്പുനോറ്റ് ഈശോയുടെ പീഡാനുഭവ യാത്രയ്ക്കും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും സാക്ഷികളാകാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. ഈ നോമ്പുകാലത്ത് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ നോമ്പിന്റെ ഫലങ്ങളെ ഇരട്ടിയാക്കും എന്നതിൽ സംശയമൊന്നുമില്ല. നോമ്പനുഷ്ഠിച്ച് ദൈവത്തിങ്കിലേക്ക് കൂടുതലായി അടുക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ പാഠമാക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന്. ഇത് ദൈവപുത്രന്റെ വരവിനായി പരിശുദ്ധ മറിയം ദൈവസമക്ഷം സമർപ്പിക്കുന്ന സമ്മതപത്രമാണ്. ഇതിന്റെ തനി ആവർത്തനമാണ് ഗെത്സമനിൽ വെച്ച് ഈശോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഈ രണ്ട് പ്രാർത്ഥനകളിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഹിതം അതെന്താണെങ്കിലും എന്നിൽ നിറവേറട്ടെ എന്ന മനസ്സാണ് പരിശുദ്ധ മറിയത്തെ ദൈവപുത്രന്റെ അമ്മ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തിയത്. ആ നിമിഷം മുതൽ മറിയത്തെ വേദനകൾ വേട്ടയാടുകയായിരുന്നു. എങ്കിലും പരിഭവമോ പരാതിയോ ഇല്ലാതെ വേദനകളുടെ വഴികളിലൂടെ തന്നെ സഞ്ചരിച്ചു. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന പ്രവചനം മുതൽ ലോകത്തിന്റെ പാപപരിഹാരാർത്ഥം കൊല്ലാൻ വേണ്ടിയാണ് തന്റെ മകനെ വളർത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ അമ്മ ഒരിക്കൽ പോലും ദൈവത്തോട് അരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. സ്നേഹമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കണം. അവിടുത്തെ തിരുഹിതം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ എന്ന് അനുദിനം പ്രാർത്ഥിക്കുകയും നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കാൻ ദിനം പ്രതി ദൈവത്തിങ്കൽ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യുന്നവരല്ലേ നമ്മൾ? നമ്മുടെ വിജയപരാജയങ്ങളെല്ലാം ദൈവത്തിന്റെ ഹിതമാണെന്നും അത് നിറവേറ്റപ്പെടാനായി നിന്നുകൊടുക്കേണ്ടവർ മാത്രമാണ് നമ്മൾ എന്നും എന്തുകൊണ്ട് നാം മനസ്സിലാക്കുന്നില്ല? നമ്മൾ അപേക്ഷിച്ചതുകൊണ്ടോ നമ്മോട് അനുവാദം ചോദിച്ചിട്ടോ അല്ല നമ്മളെ ഓരോരുത്തരെയും മനുഷ്യരായി ദൈവം സൃഷ്ടിച്ചത്. പിന്നെയോ ദൈവത്തിന് നമ്മെ വേണ്ടതുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന് ഓരോരുത്തരെയും എങ്ങനെയാണോ വേണ്ടത് ആ വിധമാണ് ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണ്. അവിടുത്തെ ഇഷ്ടത്തിനൊത്ത് ചരിക്കുക എന്നല്ലാതെ അവിടുത്തോട് ആവശ്യപ്പെടാൻ നമുക്ക് എന്ത് അവകാശം? ഈ സത്യം മനുഷ്യരാശി ഉള്ളൊരു കാലം നിലനിൽക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധ അമ്മ അന്ന് അങ്ങനെ പറഞ്ഞത്. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിനെന്ന്. എന്താണ് അവൻ പറയുന്നത്? അതാണ് സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. നമ്മുടെ ഇഷ്ടത്തിനൊത്ത് ദൈവം പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അപേക്ഷകളുടെ ഭാണ്ഡവുമായി അനുദിനം നമ്മൾ ദൈവത്തെ സമീപിക്കുന്നത്. എന്നാൽ ഒരിക്കൽ പോലും ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ആരായാനോ നമുക്ക് തരുന്നവയെ അംഗീകരിക്കാനോ നമ്മൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്ത് നമ്മൾ ആരാണെന്നും എന്താണെന്നും ചിന്തിക്കണം. നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ലെന്നും ദൈവം വരാൻ പറയുമ്പോൾ വരാനും പോകാൻ പറയുമ്പോൾ പോകാനുമുള്ളവർ മാത്രമാണെന്നും നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ മറിയത്തെ പോലെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മിൽ നിറവേറ്റപ്പെടുകയാണോ അതോ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ദൈവത്തെ നിർബന്ധിക്കുന്നവരാണോ നമ്മളെന്ന് ചിന്തിക്കുക. ഉത്കണ്ഠപ്പെട്ടതുകൊണ്ട് ആയുസ്സിന്റെ നീളം ഒരു മുഴം പോലും കൂട്ടാൻ കഴിയാത്തവരാണ് നമ്മളെന്ന സത്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ കരങ്ങളിലെ പണിയായുധങ്ങളായി നമുക്ക് മാറാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.